പ്രിയപ്പെട്ടവരെ, ഞാൻ നാട്ടിലുള്ള പൊയിൽക്കാവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ളത്. ഇവിടെ നിറയെ താമരപ്പാടങ്ങളാട്ടോ. അപ്പൊ ആ താമരപ്പാടത്തെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിന്റെ പിറകിലൊക്കെ നല്ല നല്ല ഒരുപാട് കാഴ്ചകളുണ്ട്. നിറഞ്ഞു വിരിഞ്ഞു നിൽക്കുന്ന താമരകൾ, അതിമനോഹരമായ കാഴ്ചകൾ. ഇതൊക്കെ ചെറിയ താമര കുളങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചെളിവെള്ളത്തിലൂടെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നാട്ടുകാർ പറഞ്ഞ് ചെളിവെള്ളത്തിലൂടെ ഒന്ന് ശ്രദ്ധിക്കണം, മുൻകരുതലൊക്കെ വേണം, പാമ്പുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം താമരപ്പാടാണല്ലോ. അപ്പൊ വരുന്ന സഞ്ചാരികളും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ ശരിക്കും ഇത് റോട്ടിൽ നിന്ന് തന്നെ കാണാൻ അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട്. റോട്ടിൽ നിന്നും വരമ്പെന്നൊക്കെ കാണാൻ. പക്ഷെ പലരും ഈ താമര പറിക്കാൻ വേണ്ടിയിട്ട് ചളിയിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് കിടക്കുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയിൽ കോഴിക്കോട് നിന്നും കൊയിലാണ്ടിക്ക് വരുന്ന വഴി പൊയിൽക്കാവിനടുത്ത് കലോപ്പൊയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. പൊയിൽക്കാവിൽ നിന്നും കലോപ്പൊയിലേക്ക് വരുന്ന വഴിയാണ്. ഇനി ചേരിയ വഴിയും കലോപ്പൊയിലേക്ക് വരാം. അവിടെയാണ് ഈ വിശാലമായ ഈ ഒരു താമരപ്പാടമുള്ളത്. ഒരുപാട് സഞ്ചാരികളാണ് രാവിലെ മുതൽ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ചെളിയിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. പോയിട്ട് താമരയൊക്കെ പറിച്ചു വരുന്നുണ്ട്. ആ ഒരു കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോ കാണുന്നത്. ഇത് പൊയിൽക്കാവ് പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, ദൂരെ വൈകുന്നൊക്കെ അറിഞ്ഞിട്ട് ആളുകൾ ഇവിടെ വന്നിട്ട് ഈ താമരപ്പാടത്തു നിന്നും റീൽസും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചെളിവെള്ളത്തിലൊക്കെ ഇറങ്ങിയൊക്കെയാണ്. കാരണം തൊട്ടപ്പുറത്ത് കുറേ താമരകളുണ്ട്. അതുപോലെ തന്നെ ഈ താമരയുടെ ലീഫ് കാണാനും നല്ല ഭംഗി. ഈ മോർണിംഗിലെ ലൈറ്റിലൊക്കെ താമരയുടെ ലീഫ് കാണാൻ തന്നെ നല്ലൊരു രസമുള്ള കാഴ്ച കേട്ടോ. തൊട്ടിപ്പുറത്ത് നന്നായിട്ട് താമരകളുണ്ട്. ഈ നാട്ടുകാർക്ക് ഇപ്പോൾ ഒരു അത്ഭുതമായിട്ടുള്ള താമരപ്പാടം തന്നെയാണ്. ഇവര് പേരിട്ടിട്ടുള്ളത് കലോപ്പയിലെ താമരപ്പാടം എന്നാണ്. ഇപ്പം എന്തായാലും ഭാവിയിൽ ഈ താമരപ്പാടം എന്നുള്ള പേര് തന്നെ അറിയപ്പെടും. ഞാനിങ്ങനെ നടന്നു പോവാണ്. താമര പറിക്കൂല. നല്ല താമരയുടെ വിഷ്വൽസ് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി, ഒരു ക്ലോസ് ഫോട്ടോ ഒക്കെ കിട്ടുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. നടത്തം റിസ്ക് ആണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. കാരണം ചിലപ്പോൾ കുപ്പിച്ചില്ല, പാമ്പ്, അങ്ങനെ പലതും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊരു വയൽവരമ്പാണ്. അവിടെ ആരോ ഒരാൾ താമര വിറ്റുകൊണ്ട് എന്തൊക്കെ കഥ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് നാട്ടുകാരെ പറഞ്ഞു, എനിക്കറിയില്ല. എന്തായാലും മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ. ഒരുപാട് ആളുകൾ ഫോട്ടോഷൂട്ടിനും മറ്റൊക്കെ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. നമ്മളിങ്ങനെ പൂക്കളപ്പാടൊക്കെ കാണാൻ ഗുണ്ടിൽപേട്ടൊക്കെ പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ആലപ്പുഴ ഭാഗത്തൊക്കെ പോകുമ്പോൾ കണ്ടാലായി. പക്ഷെ നമ്മുടെ നാട്ടിൽ കൊയിലാണ്ടിയിൽ പൊയിൽക്കാവിൽ വന്ന് നമ്മപ്പോ പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇവിടെ വന്നിട്ടില്ലെങ്കിൽ നഷ്ടാവുമല്ലോ. അങ്ങനെ എത്തിയതാണ്. അപ്പൊ ഞാൻ കുറേ ദൂരം നടന്നപ്പോ കുറെ പിള്ളേരൊക്കെ താമര പറിക്കുന്നുണ്ട്. എനിക്ക് അവരോടൊരു അപേക്ഷയുള്ളൂ, താമര പറിക്കരുത്. പറിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടാക്കി 1-2 ദിവസം അങ്ങനെ അത് വാടിപ്പോകും. അത് അതിൻ്റെതായിട്ടുള്ള പ്രദേശത്ത് അതിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചന്താണ്, കാണാനൊരു ഭംഗിയാണ്. കാരണം നമ്മളൊക്കെ ഇത് പറിച്ചുകൊണ്ടേ കഴിഞ്ഞാൽ പിന്നെ ഈ പാടത്ത് താമര ഉണ്ടാകും. പറിക്കരുത് പ്ലീസ്. ഓരോരുത്തർ ചില ആളുകൾ 4-5 പീയൊക്കെ പീസ് താമര പറിച്ചുകൊണ്ടാകും. വല്ലാത്ത സങ്കടം തോന്നും. അത് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാഭാവിക പ്രകൃതിയിൽ നിൽക്കണം. അങ്ങനെ ഇനിയും വരുന്ന ആളുകൾക്ക് കാണാനുള്ളൊരു കാഴ്ച കൂടി നമുക്ക് ഒരുക്കി വെക്കാൻ പറ്റും. ഈ വെള്ളത്തിലൂടെ നീന്തി പോകുന്ന ആളുകളൊക്കെ തന്നെ താമര പറിക്കാൻ വേണ്ടി പോകുന്നത്. വലിയ താമര പറിച്ചു വരുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ പോലും താമര കൃഷി ചെയ്യുന്നുണ്ട്. കാരണം താമര എന്ന് പറയുന്നത് അതിന്റെ വിത്തുകൾ ഔഷധ മൂല്യമുള്ള വിത്തുകളാണ്. വിത്തുകൾക്കൊക്കെ നല്ല വിലയുണ്ട്. അതുപോലെ തന്നെ താമര ചെടി നമ്മൾ പുണ്യവൃക്ഷമായി തന്നെ കരുതുന്നതാണ്. അപ്പം അത് അതിൻ്റെതായിട്ടുള്ള പ്രകൃതി തന്നെ നിൽക്കട്ടെ. അങ്ങനെ പറിച്ചു കൊണ്ടുപോയി വീടെടുത്ത് കൊണ്ടുപോകുന്നു. എന്തൊരു ഭംഗിയല്ലേ നമ്മൾ താമരപ്പൂ. മോർണിംഗിലും അതുപോലെ തന്നെ ഈവനിങ്ങിലൊക്കെ തന്നെ
ഒരുപാട് പേര് പല പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ താമരപ്പഴം കാണാൻ. പൂക്കാട് നിന്നും അതുപോലെ തന്നെ പുറക്കാവ് ചീല ഭാഗത്തൊക്കെ എത്താൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ താമരപ്പഴം കാണാൻ. എൻ്റെ റിലേറ്റീവ്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനൊരു കാഴ്ച കലോപ്പയിൽ ഞാനിവിടെ എത്തിയത്. മക്കളൊക്കെ താമരപ്പൂ പിടിച്ചിരിക്കുകയാണ്. കല്ലേറ്റൊക്കെയാണ് ആളുകൾ വരുന്നത്. എനിക്കറിയൊരു താമര കിട്ടിയിട്ടുള്ളൂ. ഇവിടെ താമരയൊക്കെ പിടിച്ച് താമര വളർത്തുന്ന ഒരു വീഡിയൊക്കെ ആയിട്ട് ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നു. എന്താ റോഡിന് ഇരുവശം വാഹനങ്ങളൊക്കെ നിർത്തി ആളുകളൊക്കെ ഞാൻ വന്നത് ഒരു രാവിലെ ഒരു 7:30 ആളുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 7 മണിയല്ല ഇവിടുത്തെ കൂടുതൽ ആള് പറഞ്ഞത്. അതിനു മുമ്പേ ആളുകളൊക്കെ വന്ന് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇതിലെ പോകുന്ന ആളുകൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. സ്റ്റാറ്റസ് ഇടാനും മറ്റൊക്കെ തന്നെ ഫോട്ടോസ് എടുക്കുന്നു. ഈ റോഡിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് താമര ഇല്ലെങ്കിലും ഞാൻ ഇതിലെ പോകുമ്പോൾ ഞാൻ കുറച്ചു നേരമെങ്കിലും വണ്ടി നിർത്തി ഇവിടെ വിശ്രമിക്കാറുണ്ട്. കാരണം രണ്ട് ഭാഗത്തും നല്ല വിശാലമായ പാടശേഖരമാണ്, നല്ല ഭംഗിയുള്ള പാടശേഖരമാണ്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്, നല്ല പച്ചപ്പ്. ഇതിങ്ങനെ വിശാലമായി കിടക്കുന്ന പാടാട്ടോ, വിശാലമായി കിടക്കുന്ന ഒരു താമരപ്പാടം തന്നെയാണ്. അപ്പോ ഒരുപാട് ദൂരത്തേക്കുണ്ട് ഈ താമര. താമര പോലെ തന്നെയാണ് താമരയുടെ ഇലകളും. താമരയുടെ ഇലകൾക്ക് നല്ല ഭംഗിയാണ്. ഇതാ കണ്ടോ, ആളുകളൊക്കെ വന്ന് പറിക്കുന്നുണ്ട്. ഒരുപാട് പേരിങ്ങനെ ആ വെള്ളം നീന്തി വന്നിട്ട് പറിച്ചോണ്ട് വന്നുണ്ട്. എന്ത് രസമല്ലേ താമരയുടെ ആ ഒരു ഭംഗിയുണ്ടെങ്കില്. അപ്പൊ എല്ലാരും ഇങ്ങു വാ, കലവപ്പൊയിൽ വന്നാലും നമ്മളെ താമരപ്പാടം കാണാം. വയ്യെല്ലാം ഞാൻ പറഞ്ഞതല്ലോ. ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഒരുപാട് കാഴ്ചകൾ. ഇത് കണ്ടോ, ഈ ഒരു പ്രദേശം ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ഭാഗത്തും നല്ല വയലുകളാണ്, പാടശേഖരാണ്. ഒരുപാട് ദേശാടന കിളികളൊക്കെ വരുന്ന ഒരു ഏരിയ കൂടിയാണ്. വൈകുന്നേരമൊക്കെ വന്നാൽ ശരിക്കും ആ കിളികളുടെ ശബ്ദവും ആ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു പ്രദേശം. ശരിക്കും പഞ്ചായത്തൊക്കെ പ്രദേശം ഏറ്റെടുത്ത് വലിയൊരു സൗകര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ ഒഴുകിയെത്തുന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം അത്രയും മനോഹരമായ പ്രദേശമാണ്. എന്തായാലും ഇപ്പോൾ താമരയുടെ സീസണാണ്. ഇപ്പോൾ മഴ പെയ്താൽ ഉണ്ടാവുക അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ മക്കളൊക്കെ ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കാഴ്ച തന്നെയാണ് നമ്മുടെ പൊരിക്കാവ് കലവപ്പൊയിലെ താമരപ്പാടം. അതാ ഓരോ ഫാമിലി താവരൊക്കെ പറിച്ച് പോകുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും വ്ളോഗേഴ്സും ഒക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ. എന്തായാലും ഈ ഒരു പ്രദേശങ്ങൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള